യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 21 അധ്യായം 5 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ശിഷ്യന്മാർ ദേവാലയത്തിൻ്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെടുമ്പോൾ യേശു അവരോട് പറയുന്നത് ഒരു വലിയ സത്യമാണ്. ലോകത്തിൽ നാം ആശ്രയിക്കുന്ന പണം, ഭംഗി, സ്ഥാനം, കെട്ടിടങ്ങൾ, നേട്ടങ്ങൾ എന്നിവ എത്ര വലിയതും ഉറച്ചതുമെന്ന് തോന്നിയാലും ഒരു നാൾ തകരും. കാരണം ലോകം താൽക്കാലികവും മാറ്റങ്ങൾ നിറഞ്ഞതുമാണ്. എന്നാൽ ദൈവവചനം മാത്രമേ ശാശ്വതമായ അടിത്തറയിൽ പാകിയിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിലും യേശുവിൻ്റെ ഈ മുന്നറിയിപ്പ് നമ്മെ കണ്ണു തുറപ്പിക്കുന്നു. യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, ബന്ധങ്ങളുടെ തകർച്ച, യുവാക്കളുടെ ആശയക്കുഴപ്പം, ഇതെല്ലാം മനുഷ്യരെ ഭയത്തിലേക്കും നിരാശയിലേക്കും തള്ളിവിടുന്ന അവസ്ഥകളാണ്. പക്ഷേ യേശു പറയുന്നു, ഇതെല്ലാം വരേണ്ടതാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. അതായത് പ്രശ്നങ്ങൾ വരുന്നത് ദൈവം നമ്മെ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നതിൽ അർത്ഥമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുവാനുള്ള അവസരങ്ങളായി നാം കാണേണ്ടതുണ്ട്. ലോകവാർത്തകൾ നമ്മെ ഞെരുക്കുമ്പോഴും ദൈവവചനം നമ്മെ ഉറപ്പിക്കുന്നു. ആശങ്കകൾ നമ്മെ വിറപ്പിക്കുമ്പോഴും പ്രാർത്ഥന നമ്മെ കരുത്തുള്ളവരാക്കുന്നു. ലോകീയത നമ്മെ തളർത്തുമ്പോഴും കരുണയും വിശ്വാസവും നമ്മെ ഉയർത്തുന്നു. ഇന്നത്തെ അനിശ്ചിതത്വപൂർണ്ണ ലോകത്തിൽ യുദ്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, കുടുംബ പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇവയെല്ലാം നമ്മെ ഞെരുക്കുമ്പോഴും ദൈവത്തിൽ നിൽക്കുന്നവൻ ഒരിക്കലും വീണു പോവുകയില്ല എന്ന് യേശു ഉറപ്പു നൽകുന്നു. അതിനാൽ ഇന്നത്തെ വചനഭാഗം നമ്മോട് ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്താണ്? നിങ്ങളുടെ ജീവിതം ഏത് അടിത്തറയിലാണ് പണിയപ്പെട്ടിരിക്കുന്നത്? തകരുന്ന ലോകീയ കാര്യങ്ങളിലോ അതോ ഒരിക്കലും തകരാത്ത യേശുക്രിസ്തുവിലും അവൻ്റെ വചനത്തിലുമാണോ? ലോകം മാറുമ്പോഴും ദൈവത്തിൽ വിശ്വാസം വയ്ക്കുന്നവരുടെ ജീവിതം ഒരിക്കലും വീഴുകയില്ല. അതുകൊണ്ട് ഭയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്ക് മാറി ദൈവത്തിൻ്റെ പാറമേൽ പണിത നമ്മുടെ ജീവിതം വചനത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഒരിക്കലും തകർന്നു പോകാത്ത ഒരു ആലയമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളും മാറുവാനായിട്ടുള്ള കൃപകൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.